തമ്പനയിൽ കാണുന്ന പോലെ മഞ്ജു വാര്യരുടെ ആ സാരി പോലെ നമുക്ക് എങ്ങനെ സ്കാലോപ്പിംഗ് വർക്ക് ചെയ്യാമെന്നൊക്കെ ഷോളിലും ചെയ്യാം, സ്ലീവിലും ചെയ്യാം, എല്ലാത്തിലും ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു ന്യൂസ് പേപ്പറിൽ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. നമ്മൾ ഏതിലും ചെയ്തെടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ സാരി ഇല്ല കേട്ടോ, പ്ലെയിൻ, അതുകൊണ്ടാണ്. അപ്പം നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പറിൽ നമുക്ക് ഒരു അളവനുസരിച്ച് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. മാർക്കർ വെച്ച് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശരിയായ ഷേപ്പ് വരില്ല. അപ്പം ഞാനത് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. സാരിയിലാണെങ്കിൽ നമുക്ക് സാരി ഫുള്ളായിട്ട് നമ്മൾ ആ ഉടുക്കുന്ന ഭാഗത്തും അടിവശത്ത് 2 സൈഡും നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഷോളിലാണെങ്കിലും 2 സൈഡും ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇത് ചോക്ക് വെച്ചിട്ട് ഇങ്ങനെ അതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഈസിയാണ്. ഇപ്പം എല്ലായിടത്തും ഈ ഒരു സ്കാലോപ്പിംഗ് ആണല്ലോ, ഷോളിലും സാരിയിൽ എല്ലാത്തിലും ഇപ്പം ഉണ്ട്. പണ്ടത്തെ ആ വർക്കാണ്, പക്ഷേ ഇപ്പോൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇനി മഞ്ജു ചേച്ചി പോലെ ഇതുപോലെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള സാരി നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാനിത് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സാധാരണ തയ്യൽ മെഷീനിൽ തന്നെ സ്റ്റിച്ച് ലെങ്ത് 1.5 ഇടുന്നുണ്ട്. സി ആണ് സിഗ്സാഗ്, അതുപോലെ തന്നെ ടെൻഷൻ 4. ഓക്കെ, സാധാരണ 3 or 4 ടെൻഷൻ ഇടാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് വലിച്ച് ഒരുപാട് സ്പീഡ് കാല് നമ്മൾ പെടൽ ചവിട്ടരുത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. കുറച്ച് ഫാസ്റ്റിൽ പോകുമ്പോൾ സ്റ്റിച്ച് ഗ്യാപ്പ് വരും. അപ്പം മെല്ലെ കാല് ചവിട്ടി കൊടുക്കുക പെടലിൽ. അതായത് നമ്മുടെ കാല് ചവിട്ടുമ്പോഴാണല്ലോ നമ്മുടെ മെഷീൻ ഓടുന്നത്. അപ്പോൾ അത് മെല്ലെ കാല് ചവിട്ടി കൊടുക്കുമ്പോൾ എന്താണ് അടുപ്പിച്ച് വരുന്നുണ്ട്. ഞാൻ ചെയ്തൊരു അനുഭവത്തിൽ ഞാൻ പറയണതാണ്. ആ ഷേപ്പിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ വെച്ച് ചെയ്യാം. ഇപ്പം മെഷീനിൽ ചെയ്യണതാണ്. സാരിക്കൊക്കെ മെഷീനിൽ സ്കാലോപ്പിംഗ് ചെയ്യുന്നതാണ് എളുപ്പം. നമുക്കത് ഹാരി വർക്ക് വെച്ച് ചെയ്യുന്നത് വളരെ പ്രയാസമാണ്, ഒരുപാട് സമയമെടുക്കും അത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമുക്കത് ഭയങ്കര വർക്കാണ്, പക്ഷെ നല്ല കാശ് കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. ഇത് നല്ല ഫിനിഷിങ്ങാണ് നമ്മുടെ മെഷീനിൽ ചെയ്തെടുക്കുമ്പോൾ സ്കാലോപ്പിങ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു ബീഡ് വർക്കുള്ള ബ്ലൗസും ഈ ഒരു സാരി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഒന്നും ആവശ്യമില്ല അല്ലേ ഫ്രണ്ട്സ്. ഏത് പാർട്ടിക്ക് നമുക്ക് ഇട്ടിട്ട് പോവാം. ജോർജറ്റ് സാരിയിലും എല്ലാം നമുക്ക് ചെയ്യാമല്ലോ, ഷിഫോൺ, ജോർജറ്റ് എല്ലാത്തിനും നമുക്കിത് ചെയ്യാം. അപ്പം ഞാനിത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് സിസേഴ്സ് വെച്ചിട്ട് നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സോൾഡറിങ് അയൺ വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട. കയ്യിലുണ്ട് സോൾഡറിങ് അയൺ, പക്ഷേ അത് ചൂടാക്കി കുറച്ചേരം സമയം എടുക്കും. ഇതാകുമ്പോൾ ആ നേരം കൊണ്ട് ചെടയെന്നാവും. അപ്പം ഞാനിത് ഇങ്ങനെ കൈ കൊണ്ട് ചെയ്യണം. ഏത് രീതിയിലും ചെയ്യാം. സോൾഡറിങ് അയൺ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ സൈഡിൽ ഒട്ടും തന്നെ നൂല് നിൽക്കത്തില്ല, ആ രീതിയിലായിരിക്കും. ഇത് നമ്മൾ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നൂല് വിട്ട് പോവില്ല. സിഗ്സാഗ് സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ നൂലൊട്ടും വിട്ട് പോവില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ അറ്റം വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഓക്കെ, കോൺട്രാസ്റ്റ് കളർ ത്രെഡ് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ആ വർക്ക് കാണില്ലല്ലോ. ആ ഒരു തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ ഒരു വർക്ക് എങ്ങനെയാണ് സ്കാലോപ്പിങ്ങിൽ കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ എക്സാക്റ്റ് ബ്ലാക്ക് തുണിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഷോളിലും ചെയ്യാം, സാരിയിലും ചെയ്യാം. ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. ഓക്കെ, അതാണ് നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. താങ്ക് യു.